നാസർ, അതിനപ്പുറത്തേക്ക് ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് മറുപടി കൊടുക്കാൻ എന്ന വണ്ണം ഇറാൻ നടത്തിയ GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണ പരമ്പരകൾ അത് ആ രാജ്യങ്ങൾക്ക് വലിയ തരത്തിൽ സാമ്പത്തികമായി അടക്കം ക്ഷതം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, കുവൈത്തിലെ എയർപോർട്ടിലെ റഡാർ സംവിധാനം അടക്കം തകരാറിലാക്കി തുടങ്ങിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഇപ്പുറത്ത് ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ ആക്രമണത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 100 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്ന ഈ ആക്രമണം ഏറ്റവും കൂടുതൽ ക്ഷതം വരുത്തി വെച്ചിരിക്കുന്നത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കാണ്. പല നിലക്കുമാണ് ആ സാമ്പത്തികമായിട്ടും സുരക്ഷാപരമായിട്ടും ഒരു വലിയ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ രാജ്യങ്ങളൊക്കെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നേരിട്ട് അവിടേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നൊരു സാധ്യതയില്ല എന്ന് അമേരിക്കൻ നേതൃത്വത്തിന് അറിയാം. സാമ്പത്തികമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, ഊർജ്ജ മേഖലയിൽ വരുന്ന ഒരു പ്രത്യാഘാതങ്ങൾ മാത്രമാണ് അമേരിക്ക നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങൾ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം, അതിൻ്റെ സുരക്ഷാപരമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെയും അയൽ രാജ്യമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ, എത്രയോ മിസൈലുകളും ഡ്രോണുകളും വന്ന് പതിച്ചതിൻ്റെ അത് സൃഷ്ടിച്ചിരിക്കുന്ന നടുക്കങ്ങൾ, അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ജീവൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ മേൽ പരിക്കേറ്റ നൂറുകണക്കിന് മനുഷ്യർ, ഇതൊക്കെയും ഈ പ്രത്യക്ഷമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ കുവൈത്തിനും ബഹ്റൈനും നേർക്ക് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണമായിരുന്നു ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്നലെ ബഹ്റൈനിൽ നിരവധി കെട്ടിടങ്ങൾക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. വാഹനങ്ങൾ കത്തിച്ചാമ്പലാവുന്ന ഒരു അവസ്ഥയുണ്ടായി. ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ കുവൈത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ റഡാർ സംവിധാനത്തിന് വലിയ തോതിൽ തന്നെ തകർച്ച സംഭവിച്ചു എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. കാരണം നേരത്തെ ഏതാനും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ ഒരു സമാധാനത്തിലേക്ക് ഈ മേഖല വരണമെന്ന് ഈ രാജ്യങ്ങളൊക്കെ, ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇറാനോടുള്ള വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും, ഒരു നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഈ അരക്ഷിതാവസ്ഥയോ ഇനിയും തുടരരുത് എന്ന് തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഖത്തർ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട് വർത്തിക്കുകയും ഈ സമാധാന കരാർ നിലവിൽ വരാൻ വേണ്ടി അവർ ആവത് പരിശ്രമങ്ങൾ ഇപ്പോൾ പോലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ മേഖലയുടെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട്, അതിൻ്റെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ അധിവസിക്കുന്ന വൻതോതിലുള്ള വിദേശികളായിട്ടുള്ള തൊഴിലാളികളുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ പോലും വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഈ രാജ്യങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ ആ വാക്കുകളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ലോകത്തിന് നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും ഈ പ്രതീക്ഷ നൽകുന്ന ഈ കരാറിലേക്ക് എത്തിച്ചേരുന്നു, യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ ആ പ്രഖ്യാപനം വലിയ തോതിൽ തന്നെ സ്വാഗതം ചെയ്യപ്പെടുകയാണ്. ഈ രാജ്യങ്ങളും ഇവിടെ അധിവസിച്ചിരിക്കുന്ന വിദേശികൾ ഉൾപ്പെടെ, മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരും. ജിൽസി, ശരി, നാസറാണ് പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചു.